ബാക്ക് ടു ഹാസീസ് വ്ലോഗ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വീക്ക് ഇൻ മൈ ലൈഫ് കണ്ടിട്ടുണ്ട്, പിന്നെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ചാനലിൽ ഞാൻ കൂടുതലായിട്ട് ഡേ ഇൻ മൈ ലൈഫാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തത് കേട്ടോ. സോ രാവിലെ എണീറ്റിട്ട് ബെഡൊക്കെ ഒന്ന് നേരെ വിരിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെയായിട്ട് ഞാൻ ബെഡ് ഇങ്ങനെ വിരിക്കാറില്ല. എന്നല്ല, ബെഡ്ഷീറ്റ് ഒന്നും നേരെ ചുവടത്തില്ല. ചുമ്മാ തലങ്ങണിയൊക്കെ ഒന്ന് എടുത്ത് വെക്കത്തുള്ളൂ, അല്ല ഞാൻ ബെഡ്ഷീറ്റ് ഫുള്ളൊന്നും ഇങ്ങനെ എടുത്ത് വെക്കാറില്ല. കാരണം ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു മൂഡ് കിട്ടൂല. ഓക്കെ, പിന്നെ നമ്മൾ പച്ചപ്പ് ഹരിത ബേക്ക് കാണണമെന്നാണല്ലോ അതിൻ്റെ ഒരു ഇത്. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഉച്ചപ്പരത്തി പൂതിപ്പുണ്ടായിരുന്നു. പിന്നെ പൂച്ചേനെ കണ്ടു. പൂച്ച പിന്നെ കളിപ്പിക്കും. പിന്നെ ഇവിടെ മാങ്ങയുണ്ട്, 2 മാവുണ്ട്. അപ്പോൾ മാങ്ങയ്ക്ക് പച്ച മാങ്ങയാണ് സണ്ണിൻ്റെയൊക്കെ റിഫ്ലക്റ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നെ ടു ഡു ലിസ്റ്റൊക്കെ എൻ്റെ ടു ഡു ലിസ്റ്റൊക്കെ ഞാൻ എഴുതി വെച്ചത് ടിക്കറ്റ് വെച്ചു. പിന്നെ മനസ്സിനായിട്ട് എനിക്കൊരു ടു ഡു ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനായിട്ട് ഉണ്ടാക്കിയൊരു ടു ഡു ലിസ്റ്റാണത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ചു വെച്ചു. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസും വാഫേഴ്സുമാണ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനത്തെ ലൈറ്റായിട്ടേ ഞാൻ കഴിക്കത്തുള്ളൂ. ആകെ ഒരു ഇത്തിരി പോലെ പുട്ടാണ് ഞാൻ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വെയിറ്റ് ഇപ്പോൾ കുറഞ്ഞു വരും. എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ബാക്കിയുള്ളത് കാണാം. സോ ഗൈസ്, അടുത്തതെന്ന് പറയുമ്പോൾ കുറച്ച് ക്ലീനിങ് പരിപാടിയാണ്. നിങ്ങൾ വിചാരിക്കും ക്ലീനിങ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പൊതുവേ എല്ലാ ദിവസവും ഒന്നും ക്ലീനിങ് ഇല്ല. ആകെ മന്ത്ലി ഒരു വട്ടം. ഓക്കെ, മന്ത്ലിയാണ് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത്. കാരണം ഫുൾ ഡസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഏതെങ്കിലും ഒരാഴ്ച ഭ്രാന്തെടുത്ത ആഴ്ചയായിരിക്കും. അന്നൊക്കെ ഞാൻ എല്ലാം വലിച്ച് വാരിയിടും. ഓക്കെ, ആ സമയത്ത് മാത്രമേ ഞാൻ എല്ലാം ക്ലീൻ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. സത്യം പറഞ്ഞാൽ മുകളിലത്തെ ഭാഗമൊക്കെയാണ് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാറുള്ളത്. അടിയിലത്തെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം ഞാൻ ക്ലീൻ ചെയ്യാറേ ഇല്ല. ചുമ്മാ ഇങ്ങനെ ഇട്ടിരിക്കും. എന്തെങ്കിലും അടിയിലിങ്ങനെ കുറേ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇനി എല്ലാം വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സ്പേസ് ഇല്ല. കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റണം എന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ ഓർഗനൈസറൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കാർട്ടിനകത്ത് വിഷ് ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും എൻ്റെ മണി സേവിങ്സൊക്കെ ഞാൻ എന്നെ തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സോ ഓർഗനൈസേഴ്സൊക്കെ വാങ്ങിച്ചിട്ട് നമുക്കെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം. പിന്നെ ആ പിങ്ക് ഓർഗനൈസർ നമ്മൾ DIY ചെയ്തതാണ്. പിന്നെ ഈ ഒരു ഓർഗനൈസർ അതൊരു കേക്ക് ബേസിൻ്റെ മറ്റേ കേക്കൊക്കെ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പകുതി പീസാണ്. അത് ഞാൻ എടുത്ത് ഒന്ന് വെച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ദിവസം എൻ്റെ മൈൻഡിലൊരു ഇത് വന്നു. ഓക്കെ, ഈ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ടേബിളിലില്ലേ, അതിൻ്റെ മണ്ടയിലായിരുന്നു മൊത്തവും സാധനം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മൊത്തവും എടുത്ത് മാറ്റിയിട്ട് അങ്ങനെ ഞാൻ അപ്പോഴാണ് എൻ്റെ ബുദ്ധി പ്രയോഗിച്ചത്. ഒരു മറ്റേ കേക്കിൻ്റെ ആ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സാധനത്തിൻ്റെ ഇട്ടിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമ്മയുടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ബോക്സ് ഉണ്ട്, നീ വേണം എടുത്തോളൂ എന്ന് പറഞ്ഞ്. പിന്നെ കുറച്ച് കാർഡ്ബോർഡൊക്കെ സൈഡിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. ആ സ്പേസിലായിട്ടാണ് ഞാൻ കാർഡ്ബോർഡും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ കാർഡ്ബോർഡ് എൻ്റെ കയ്യിൽ ഉണ്ടെന്നൊന്നുമല്ല, എൻ്റെ കയ്യിൽ ഏകദേശം വേണ്ട കാർഡ്ബോർഡൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ മൊത്തം ക്ലീൻ ചെയ്യുന്ന പരിപാടിയിൽ മൊത്തം ഇവിടുത്തെ കുറേ സാധനങ്ങൾ മൊത്തം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യാം. ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഈ പേപ്പറൊക്കെ വെട്ടിയിട്ടേക്കുന്ന എന്തോ ആയിരിക്കുന്നല്ലേ. പേപ്പർ വെട്ടിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഗൈസ്. ഞാനാണെങ്കിൽ ഈ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ട് അത് ഞാൻ നിങ്ങളെ വീഡിയോ എടുത്തില്ല. മറ്റേ നമ്മൾ ഈ പഴയ പേപ്പേഴ്സൊക്കെ ഒന്ന് വെള്ളത്തിനകത്തിട്ട് കുറുക്കിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെട്ടി വെച്ചായിരുന്നു. പക്ഷേ ഭ്രാന്തെടുത്തിട്ട് ഒരു സാധനം മാത്രം എൻ്റെ കയ്യിലില്ലാതെ അങ്ങനെ പിന്നെ ഞാനതെല്ലാം മേശയുടെ അടിയിൽ കൊണ്ടിട്ടതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ബാക്കിയുള്ളത് തൂക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അന്നെല്ലാം പോയി കണ്ടിട്ട് വാ.
ഗായ്സ് അങ്ങനെ ഞാൻ ഈ റൂം തന്നെ മൊത്തത്തിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തെന്ന് പറയുമ്പോൾ പൊടി അവിടെ അങ്ങനെയൊക്കെ ഉള്ള പൊടി മൊത്തം ഞാനൊന്നും എടുത്തില്ല. അല്ലാത്ത കുറേ ഇതൊക്കെ ഉണ്ടല്ലോ തറയിലൊക്കെ ഉള്ള പൊടി, അതൊക്കെ ഞാൻ മൊത്തം ക്ലീൻ ചെയ്ത് നല്ല സെറ്റപ്പായിട്ട് വെച്ചിട്ടുണ്ട്. സോ നമുക്കൊന്ന് ഫുൾ കാണാം. വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം ഫോണിലൊന്നും ചാർജ് ഇല്ല. പിന്നെ ഞാനാണെങ്കിൽ പെട്ടെന്ന് എല്ലാം ചെയ്ത് തീർത്തു. അപ്പോൾ നമുക്കെന്തായാലും ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനാണെന്ന് കാണാം. ഫോണിലൊന്നും ചാർജ് ഇല്ല. സോ ബാക്കിയുള്ളതൊക്കെ ഫോണിൽ ഫുൾ ചാർജ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണാം. ഓക്കെ, ഞാൻ ഫോൺ ചാർജ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചു. നാളെ ഒരു സ്പെഷ്യൽ സംഭവമുണ്ട്. അത് ഞാൻ നാളെ പറഞ്ഞു തരണമെന്ന് എനിക്കുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എൻ്റെ ഉമ്മാരെ വാപ്പ നാളെ ഗൾഫിൽ നിന്ന് വരും. അപ്പോൾ കുറച്ച് മുട്ടയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത് നമുക്ക്. കാരണം നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഒരാൾ കുറേ നാൾക്കൊന്നും അല്ല ഗൾഫിൽ നിന്ന് തിരിച്ച് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറേ സാധനങ്ങൾ ലിസ്റ്റ് ഇട്ടാണ്. പക്ഷെ ഇതിപ്പോൾ കുറേ നാളെ കൊണ്ട് ഇങ്ങനെ വരികയാണ്, ഓരോ വർഷം കൂടുമ്പോൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ നാളെ വരുമ്പോൾ എനിക്ക് ഒരു സാധനം മാത്രം സ്പെഷ്യലാണ്. അത് നാളെ എന്താണെന്നൊക്കെ പറഞ്ഞു തരാം. സോ എന്തായാലും ചോറ് കഴിച്ചിട്ടാണ്. ഓക്കെ, സോ ഗായ്സ് ഞാൻ അങ്ങനെ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സുധാമൂർത്തി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഇതൊട്ട് വായിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്നും തൊട്ടൊരു വായിച്ചു തുടങ്ങി. സോ ഇപ്പോൾ എനിക്ക് കുറേ വിശക്കുന്നുണ്ട്. പോലെ കഴിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഈ സമയം ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഞാൻ ഇതുവരെയായിട്ട് ചായ കുടിച്ചിട്ടില്ല. നമ്മുടെ ഇവിടെയൊക്കെ ഒരു 4 മണിയാകുമ്പോഴാണ് ചോറ് കഴിക്കുന്നത്. എന്നിട്ട് 12 മണിയാകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. 4 മണിയാകുമ്പോൾ ചോറ് കഴിക്കും. ഒരു 8-9 മണിയാകുമ്പോൾ ചായ കുടിക്കും. പിന്നെ ഒരു 12 മണിയാകുമ്പോൾ ഡിന്നർ കഴിക്കും. അതാണ് നമ്മുടെ ഈ വീട്ടിൽ സത്യം പറഞ്ഞാൽ നടക്കുന്നത്. പിന്നെ ലഞ്ച് എല്ലാ വീട്ടുകളിലും 12 മണിക്ക് തന്നെ കഴിക്കത്തില്ല, കാരണം ഒരു 1-2 ആ ഒരു ടൈം ഇതെല്ലാം. പക്ഷേ ഗായ്സ് ഇപ്പോൾ ഏകദേശം ഒരു 1:30 മണിയായിട്ടുണ്ട്. സോ ഇപ്പോഴാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത്. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ 1:30-2 മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ കിടന്ന് ഉറങ്ങാണ്. ഇപ്പോൾ വെക്കേഷനായിട്ട് ഞാൻ 1:30-2 മണിക്കൊക്കെ കിടന്നുറങ്ങാറുള്ളൂ. അല്ലാതെ ഞാൻ 11 മണിയാകുമ്പോഴേ കിടന്നുറങ്ങാറുള്ളൂ. ഓക്കെ, സോ ഡിന്നർ വേണമെന്നില്ല, ചോറ് കഴിച്ചിട്ട് കിടന്നുറങ്ങും. സോ നാളെ രാവിലെ എണീറ്റിട്ട് കാണാം. സോ ഗൈസ് ഏകദേശം ഒരു 3 മണിയാവാറായിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ചോറായിരുന്നു ഡിന്നർ. ഞാനിപ്പോൾ ഇവിടെ കിടന്ന് ഹോളിലാണ്. ഓക്കെ, ഹോളിൽ പറയുന്നത് നമ്മുടെ റൂമിലാണെങ്കിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മളെപ്പോഴും ഹോളിലാണ് കിടക്കുന്നത്. ഞാനുമായി ഹോത്താതെ ബെഡ് വെച്ചിട്ട് കിടക്കാറാണ് പതിവ്. ഓക്കെ, അപ്പോൾ എന്തായാലും സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സോ നടക്കാം. ബൈ. സോ ഗൈസ് ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. സോ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സാധനം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ സ്പെഷ്യലായിട്ട് 2 സാധനമുള്ള 3 സാധനമുണ്ട്. അതിനകത്ത് 2 നമുക്ക് അറിയാവുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതായിട്ടുള്ള സാധനമാണ്. പക്ഷെ ഒരെണ്ണം എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. സോ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്ന ഒരു മണി ബോക്സാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു മണി ബോക്സ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി എന്തൊക്കെയോ വേറൊരു എന്തിൻ്റെ ഒരു ബോട്ടിലായിരുന്നു അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ നിന്ന് വരെയല്ലേ, അപ്പോൾ ഒരു മണി ബോക്സും കൂടി കൊണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മണി ബോക്സ് എടുത്തത്. നമ്മുടെ സ്പെഷ്യൽ സാധനം എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ലിപ്പേഴ്സാണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളി സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കറക്റ്റ് സൈസായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ അതുമാത്രമല്ല ജസ്റ്റ്
10 ദിർഹംസേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല അടിപൊളി സംഭവമാണ്. വിൻ്റർ ടൈമിലൊക്കെ ഇടാൻ പറ്റിയതാണ്. നമ്മുടെ നെക്സ്റ്റ് സാധനം എന്ന് പറയുമ്പോൾ ദുബായിലെ ഏറ്റവും വൈറലായിട്ടുള്ള ചോക്ലേറ്റാണ്. വേറൊന്നല്ല, നമ്മുടെ കുനാഫ ചോക്ലേറ്റ്. ഇത് പകുതി കഴിച്ച് ഞാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു ഉള്ളൂ. അകത്ത് കുനാഫ ഫില്ലിങ്സൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇത് നമ്മുടെ 10 ദിർഹംസ് വരുന്നതാണ് കേട്ടോ ഈ ഒരു കുനാഫ ചോക്ലേറ്റ്. സോ ഗൈസ്, നമ്മുടെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ എൻഡായിരിക്കുകയാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. സോ ബൈ ബൈ.